ഫെമിനിസം എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലേ ബാക്കിയുള്ള കാര്യങ്ങളിൽ ശബ്ദം ഉയർത്തുന്നത് പോലെ ഈ സ്ത്രീധനത്തിന്റെ എന്ന കാര്യത്തിൽ ആരും ശബ്ദം ഉയർത്തി ഞാൻ ശബ്ദം കേൾക്കാറില്ല. ഉയർത്തുന്നില്ല. ഞാൻ ആതിരയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ ശബ്ദം ഉയർത്തുന്നുണ്ടോ എന്നാണോ? നിങ്ങളോടല്ല, എനിക്ക് തോന്നുന്നത് ഈ ഫെമിനിസം കുറച്ചും കൂടി ശബ്ദം ഉയർത്തുന്നത് ഈ സ്ത്രീക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ എന്നൊക്കെ ചിലര് പറഞ്ഞിട്ടുണ്ട്. ആതിരയുടെ അഭിപ്രായം എന്താണ് അതിനോട്? എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ തന്നെയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് പലപ്പോഴും ഫെമിനിസം ശബ്ദം ഉയർത്തുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ആവശ്യമുള്ള പലയിടത്തും ആ ശബ്ദമുയർത്തലുകൾ ഉണ്ടാകാറുമില്ല. അല്ലേ, അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ലോകത്തിൽ പല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ചിരിക്കുന്നത് അനുഭവത്തിൽ നിന്നുള്ള ഇത്തരം ചില ആശയ സംവാദങ്ങളാണ്. അതിന് ചരിത്രം സാക്ഷി. എന്താണ് നന്ദന, യോജിക്കുന്നോ ആതിരയോട്? നന്ദനയുടെ ചോദ്യം നാളെ ഒരു ചരിത്രമായാലോ എന്നല്ലേ? അതെ, നാളെ ഒരു ചരിത്രമായാലോ? ഹലോ, ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോ നന്ദന. നന്ദനയല്ല, ഇത് ബുദ്ധപ്രിയാണ്. അയ്യോ പ്രിയ പറയൂ. പ്രിയ, ചേച്ചി പറഞ്ഞു വസ്ത്രം ഒരു പ്രശ്നമാണ് എന്ന്. വസ്ത്രം ഒരു ആവശ്യമില്ല. അല്ലല്ല, ഞാൻ വസ്ത്രം പ്രശ്നമാണെന്നല്ല പറഞ്ഞത്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ട്, എന്നാൽ വേറെ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാറില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വസ്ത്രത്തിന്റെ ഒരു കേസ് ഞാൻ പറഞ്ഞോട്ടെ. വസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ജെൻഡർ ഇതാക്കരുത്. ഒരു ചുരിദാർ അതൊരു സ്ത്രീക്ക് മാത്രമല്ല, ഒരു ലുങ്കി അതൊരു പുരുഷന് മാത്രമല്ല. സോ എന്തോ വസ്ത്രത്തിന് ഒരു ജെൻഡർ കൊടുക്കരുത്. ഡോണ്ട് സെക്ഷലൈസ് ദ ക്ലോത്ത്സ്. ദർ ഇസ് എ മ്യൂസിയം. അവിടെ ആക്ച്വലി എനിക്ക് കറക്റ്റ് പേരറിയത്തില്ല, സോറി. ഒരു മ്യൂസിയം ഉണ്ട്. ഇതുവരെ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകളുടെ വസ്ത്രം അവിടെ ഇട്ടിട്ടുണ്ട്, പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതില് സ്ത്രീ എന്ന് പറയുമ്പം 1 വയസ്സ് മുതലുള്ള കുട്ടി മുതൽ ആ വയസ്സ് മുതൽ 70-80 വയസ്സ് വരെയുള്ള സ്ത്രീകൾ വരുന്നുണ്ട്. ഇനി ഇവരിടുന്ന വസ്ത്രത്തിൽ എന്താണ് കുഴപ്പം? ഒരു ഫെമിനിസം എന്ന് പറയുമ്പോൾ, ഫെമിനിസം എന്ന് പറയുന്നത് ആക്ച്വലി മെന്നിനും വിമനും ഈക്വൽ ആയിട്ടുള്ള ഇത് കൊടുക്കണം എന്നാണ്. ആൻഡ് ഐ ബിലീവ് ഇക്വാളിറ്റിയേക്കാൾ കൂടുതലും വേണ്ടത് ഇക്വിറ്റി ആണെന്നാണ്. പിന്നെ അതേപോലെ തന്നെ വസ്ത്രത്തിന്റെ കേസ് ഇപ്പൊ ചിലവർ പറയും, എന്തിനാണ് ഒരു സ്ത്രീ അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നത്, അതിലെന്ത് മാന്യതയാണ് ഉള്ളത് എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ ഒരു ഷർട്ട് ഇട്ടാലും ഒരു ജീൻസ് ഇട്ടാലും ഞാൻ ആണാവുന്നുണ്ടോ? ഇല്ല, ഞാൻ അവിടെ ഒരു സ്ത്രീ തന്നെയാണ്. അതേസമയം ഞാൻ ഒരു ചുരിദാർ ഇട്ട് ഇറങ്ങി കഴിഞ്ഞാലും ഞാൻ അവിടെ വേറെ എന്തെങ്കിലും ആവുന്നുണ്ടോ? ഇല്ല, ഞാൻ അവിടെ ഒരു സ്ത്രീ തന്നെയാണ്. സോ ക്ലോത്ത്സ് ഇവിടെ ഫെമിനിസത്തിൽ കൊണ്ടുവരേണ്ട കാര്യം ഇല്ല. ഐ മീൻ, ഞാൻ പറയുന്നത് നെഗറ്റീവായിട്ടല്ല. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വസ്ത്രവും ഒരു സ്ത്രീക്ക് ധൈര്യമായി ഒരു റോഡിലൂടെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റണം. അതിന് അങ്ങനെ ഇടാൻ പറ്റണമെങ്കിൽ അത് പുരുഷന്മാരുടെ കണ്ണ് മാത്രമല്ല, അത് സ്ത്രീകളുടെ കണ്ണും നോട്ടവും സംസാരവും കൂടെ കുറയ്ക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനോട് ഞാൻ യോജിക്കുന്നു. സ്ത്രീകളാണ്, കാരണം ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം സർ. കഴിഞ്ഞ ദിവസം എനിക്കറിയാവുന്ന ഒരു സ്ഥലത്ത് ഒരു ഡാൻസ് പ്രോഗ്രാം നടന്നു. അപ്പോൾ അതിൽ ഡ്രസ് കോഡൊന്നും ഇല്ലായിരുന്നു. മിക്ക കുട്ടികളും സ്കേർട്ടും ടോപ്പുമാണ് ഇട്ടിരുന്നത്. ഞാൻ ആ ഡാൻസ് കണ്ടതാണ്. ആ ഡാൻസിന് ഒരു കുഴപ്പമില്ല, ഒരു കുട്ടി മാത്രം ഉടുപ്പാണ് ഇട്ടിരുന്നത്. അപ്പോൾ എല്ലാ അമ്മമാരും, എല്ലാ സ്ത്രീകളും ഒരുപക്ഷെ ആ കുട്ടിയെ ഫോക്കസ് ചെയ്താണ് സംസാരിച്ചത്. അന്നേരം ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് സ്ത്രീകൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു എന്നത്. സാറിന് അതിനെപ്പറ്റി എന്താണ്? തീർച്ചയായിട്ടും പറയാം. നിങ്ങൾ 2 സ്ത്രീകൾ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൗതുകപൂർവ്വം കേട്ട എനിക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ കൈ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വസ്ത്രത്തിന് ജെൻഡർ ഇല്ല എന്നൊക്കെ ബുദ്ധപ്രിയ പങ്കുവെച്ചു. ഞാൻ യോജിക്കുന്നു, പരിപൂർണമായിട്ട് യോജിക്കുന്നു. ഞാനൊരു 8-9 കൊല്ലം ന്യൂസിലൻഡിൽ ജീവിച്ച ഒരാളാണ്. പലതരത്തിലുള്ള വസ്ത്രധാരണ രീതിയും കണ്ടിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ ജെൻഡറുണ്ട്. കാരണം സ്ത്രീ ഉപയോഗിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും പുരുഷൻ ഉപയോഗിക്കേണ്ട സാഹചര്യം വരാറില്ല. അതൊരു പുരുഷൻ്റെ ഒരു കുഴപ്പമായിട്ട് നിങ്ങൾ എടുക്കരുത്. അപ്പോൾ ചില കാര്യങ്ങൾ ചിലതിന് എന്ന് നമുക്ക് അത് മാറ്റി വെക്കേണ്ടതുണ്ട്. നമുക്ക് അവിടെ ഒരു ഇക്വിറ്റി കൊണ്ടുവരുന്നത് തെറ്റില്ല. സ്ത്രീകൾക്ക് അങ്ങനെ ഇടാം. പക്ഷേ ഈ ഇക്വിറ്റിക്ക് വേണ്ടി പുരുഷൻ ഇനി അങ്ങനെ ആഗ്രഹിച്ചാലും എല്ലാ വസ്ത്രങ്ങളും അതുപോലെ പുരുഷന് ഇടാൻ സാധിക്കില്ല. എങ്ങനെ? ജന്മം കൊണ്ട് സാധിക്കില്ല. ദൈവം സൃഷ്ടിച്ച ആ എന്താ പറയുക, ഒരു തിയറി ഓഫ് ബോഡിയോട് യോജിക്കുമ്പം അവന് പറ്റില്ല, ആവശ്യമില്ല സ്ത്രീ ധരിക്കുന്ന എല്ലാ വസ്ത്രങ്ങളും. അതൊരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ സ്ത്രീ പുരുഷൻ എന്ന ഈ സങ്കല്പത്തെ കുറച്ചും കൂടെ മാറ്റിയിട്ട് അപ്പൻ അമ്മ എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ ഒന്ന് മാറിയെന്ന് കരുതുക. നന്ദനയും ആതിരയും ഞാനും ബുദ്ധപ്രിയയും തെരേസയും ഇവിടെ കേൾക്കുന്ന ആൾക്കാരെല്ലാവരും ലയായും ഒക്കെ ഒരു അപ്പൻ അമ്മ എന്ന് പറയുന്ന ഡിഗ്നിറ്റിയിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഓരോ രാജ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ
ഓരോ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു പെൺകുട്ടി ഏത് വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്നതാണ് അവൾക്ക് കുറേയും കൂടി നല്ലത് എന്ന് ഒരു പക്ഷേ പറയാൻ പറ്റുക അവളുടെ അപ്പനായിരിക്കും. കാരണം അപ്പൻ പുരുഷന്റെ കണ്ണുകൾ കൊണ്ട് നോക്കും. എന്തുമാത്രം നരാധമന്മാർ ആ നാട്ടിലുണ്ടോ അതിനനുസരിച്ച് അപ്പൻ കരുതും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ ധരിക്കുന്ന പല വസ്ത്രങ്ങളും മോശമാണെന്ന് പറയുന്ന കാര്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ആര് ധരിച്ചാലും ആരും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ആറ്റിറ്റ്യൂഡിൻ്റെ വ്യത്യാസമുണ്ട്, കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. മനസ്സിലായോ? യൂറോപ്പിലെ തണുപ്പിൽ കോട്ടൺ സാരി ഉടുത്ത് പോയാൽ മാത്രമേ സ്ത്രീത്വം ഉണ്ടാവുകയുള്ളൂ എന്നൊന്നും ആരും പറയാറില്ല. പക്ഷെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്, അപ്പം സംസ്കാരം, ചരിത്രം, പശ്ചാത്തലം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഒരു പക്ഷേ ഈ പെൺകുട്ടി അവൾ വളർന്നു വരുമ്പോൾ വളരെ സുരക്ഷിതയായിട്ട് വളർന്നു വരാൻ ഇന്നതൊക്കെയാണ് നല്ലത് എന്ന് സജസ്റ്റ് ചെയ്യാൻ ഒരു പക്ഷേ അപ്പനായിരിക്കും പറ്റുക. അപ്പനൊരു പുരുഷൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കും. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പന്മാരും ഉണ്ട് മോശം ആൾക്കാർ. എന്തു ചെയ്യും? സ്വന്തം മക്കളെ ഉപദ്രവിക്കുന്ന ആൾക്കാർ നാട്ടിലുണ്ടെന്നാണ് ഈ 2022 തൊട്ടെടുത്ത പല കേസുകൾ വ്യക്തമാക്കുന്നത്. അവിടെ നമുക്ക് എന്താ ചെയ്യുക? പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകേണ്ടി വരും. ദൈവത്തിൽ ആശ്രയിക്കേണ്ടി വരും. വേറെ വഴികളില്ല. ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം സഹായിക്കും. കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നാണ് വചനം പഠിപ്പിക്കുക. അതുകൊണ്ടാണ് ദൈവത്തെ ദൈവം എന്ന് പറയുക. ഗോഡ് ഈസ് ഓംനീഷ്യൻ, ഗോഡ് ഈസ് ഓംനി പ്രസന്റ് ആൻഡ് ഗോഡ് ഈസ് ഓംനി പൊട്ടന്റ്. സർവശക്തനും സർവ്വവ്യാപിയുമാണ്, എല്ലാം അറിയുന്നവനുമാണ്.